വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം മിഥിലാമിസാണ്. സോ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ലേ? സത്യം പറ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്യണ്ടേ? ആ ഒരു ടോപ്പിക്ക് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആക്കണ്ടേ? അപ്പം ദാ പിടിച്ചോ, വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ ഏത് ആറ്റത്തെ തന്നാലും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കാൻ പോകുന്നു. സെറ്റാണോ? റെഡിയാണോ? സോ ബേസിക്കലി ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒരാറ്റം എടുത്താൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഉണ്ട്. ആറ്റത്തിൻ്റെ ഒരു സെന്റർ ഉണ്ട്, കേന്ദ്രഭാഗമുണ്ട്, ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്നത്. അപ്പം ന്യൂക്ലിയസിന് പുറത്ത് ഇതുപോലെയുള്ള സർക്കുലാർ ആയിട്ടുള്ള പാത്തുകൾ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുന്നത്. ഈ ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റിന്റെ ഉള്ളിലാണ് നമ്മുടെ ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഓരോ ഷെല്ലിലേക്കും ഇലക്ട്രോണിനെ വീതിച്ച് കൊടുക്കുന്നതിനെ നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, മലയാളത്തിൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയും. അപ്പൊ ഏതൊക്കെയാണ് ഷെല്ലുകൾ എന്ന് നമുക്ക് പരിചയപ്പെട്ടാലോ? ഒരാറ്റം എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 ഇങ്ങനെയാണ് നമ്മൾ ഷെല്ലുകൾക്ക് നമ്പർ കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിനെ നമ്മൾ കെ ഷെൽ എന്ന് വിളിക്കും, രണ്ടാമത്തെ ഷെല്ലിനെ എൽ ഷെൽ എന്ന് വിളിക്കും, മൂന്നാമത്തെ ഷെല്ലിനെ എം ഷെൽ എന്ന് വിളിക്കും, നാലാമത്തെ ഷെല്ലിനെ എൻ ഷെൽ എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഷെല്ലുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ എൻ്റെ കുട്ടികൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള ഷെൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലായിട്ടുള്ള കെ ഷെല്ലാണ്. കുറച്ചും കൂടെ ദൂരത്താണ് രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എൽ ഷെൽ ഇരിക്കുന്നത്. കുറച്ചും കൂടെ ദൂരത്താണ് മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള എം ഷെൽ ഇരിക്കുന്നത്. കുറച്ചും കൂടെ ദൂരത്താണ് നാലാമത്തെ ഷെല്ലായിട്ടുള്ള എൻ ഷെൽ ഇരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ഷെല്ലായിട്ടുള്ള ഓ ഷെല്ലും ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം ഇങ്ങനെ കൂടിക്കൂടി വരുന്തോറും ഷെല്ലുകളുടെ എനർജി കൂടിക്കൂടി വരും കേട്ടോ. ന്യൂക്ലിയസിൽ നിന്നുള്ള ഊർജ്ജം ഇങ്ങനെ അകലം കൂടിക്കൂടി വരുമ്പോൾ ഷെല്ലുകളുടെ ഊർജ്ജം കൂടിക്കൂടി വരും. എന്ന് പറഞ്ഞാൽ ഏറ്റവും എനർജി കുറവ് ന്യൂക്ലിയസിനെ തൊട്ടടുത്തിരിക്കുന്ന ഒന്നാമത്തെ ഷെല്ലിനാണ്, അതായത് നമ്മുടെ കെ ഷെല്ലിനാണ്. കെ ഷെല്ലിനെക്കാളും കുറച്ചും കൂടെ എനർജി കൂടുതലായിരിക്കും എൽ ഷെല്ലിന്, കുറച്ചും കൂടെ കൂടുതലായിരിക്കും എം ഷെല്ലിന്. ഇവിടെ തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുക ആർക്കാ? നാലാമത്തെ ഷെല്ലായിട്ടുള്ള എൻ ഷെല്ലിലായിരിക്കും. അപ്പൊ ഇലക്ട്രോൺസ് കയറുന്ന സമയത്ത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി, ഊർജം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ഇലക്ട്രോൺ കുട്ടന്മാർ ഷെല്ലുകൾക്കുള്ളിൽ കയറിയിരിക്കുക. അതായത് ആദ്യം ഇലക്ട്രോൺ കെ ഷെല്ലിൽ കയറും, കെ ഷെല്ല് നിറഞ്ഞു കഴിഞ്ഞാൽ എൽ ഷെല്ലിൽ കയറും, എൽ ഷെല്ല് നിറഞ്ഞു കഴിഞ്ഞാൽ എം ഷെല്ലിൽ കയറും. ഇനി എം ഷെല്ലും കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞാലാണ് എൻ ഷെല്ലിൽ കയറുക. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് കയറും? തോന്നുന്ന പോലെ കയറിയിരിക്കാൻ പറ്റുമോ? അങ്ങനെ തോന്നുന്ന പോലെ ഒന്നും കയറിയിരിക്കാൻ പറ്റൂല. ഓരോ ഷെല്ലിലും ഇരിക്കാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ മക്കളെ ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് വേഗമാണ് കയറുക എന്ന് നമ്മൾ കണ്ടെത്തുക. അത് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് 2 × n² എന്ന് പറയുന്നത്. ഇതിൽ n എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പർ ആണ്. എത്രാമത്തെ ഷെല്ലിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ. സപ്പോസ് നമ്മുടെ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ എന്ന് കണ്ടെത്തണം. നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? 2 × n². കെ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഷെല്ലാ? കെ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലാണ്. സോ 2 × 1², അതായത് 2. ഇപ്പൊ പിടികിട്ടിയോ വിദ്യ? അപ്പോ നമ്മുടെ കെ എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ലില് ആകെ 2 ഇലക്ട്രോൺസ് ആണ് കയറുക. ഇനി എൽ ഷെൽ എടുത്താലും മക്കളെ 8 ഇലക്ട്രോൺസ്, എം ഷെൽ എടുത്താൽ മാക്സിമം 18 ഇലക്ട്രോൺസ്, എൻ ഷെൽ എടുത്താൽ 32 ഇലക്ട്രോൺ, ഓ ഷെൽ എടുത്താൽ 50 ഇലക്ട്രോൺ വരെ പോസിബിളാണ്. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ 10 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ കെ ഷെല്ലിൻ്റെ കയ്യിൽ 10 ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കെ ഷെൽ എന്താ ചെയ്യുക? ആ 10 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോണിനെ മാത്രമേ കെ ഷെല്ല് മേടിക്കൂ. ബാക്കിയുള്ള ഇലക്ട്രോൺ മുഴുവൻ എങ്ങോട്ടാ പോവുക? എൽ ഷെല്ലിലേക്ക് പോകും. ഇപ്പൊ പിടികിട്ടിയോ? അപ്പൊ നമുക്ക് എന്നാൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കിയാലോ? ഒന്നാമത്തെ ആളാണ് സോഡിയം. അപ്പൊ സോഡിയത്തിന്റെ കയ്യിൽ 11 ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാ? അപ്പൊ നമ്മുടെ കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്. അപ്പൊ ആദ്യം ആർക്കാ ഇലക്ട്രോണിനെ കൊടുക്കണ്ടേ? ഏറ്റവും എനർജി കുറഞ്ഞ ഒന്നാമത്തെ ഷെല്ലായിട്ടുള്ള കെ ഷെല്ലിന്
ഇലക്ട്രോണിനെ കൊടുക്കണം. എത്ര ഇലക്ട്രോണിനെ കൊടുക്കണം? K ഷെല്ലിന് 2 ഇലക്ട്രോണിനെ കൊടുക്കണം. അപ്പൊ എന്റെ കയ്യിലുള്ള 11 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോണിനെ ഞാൻ K ഷെല്ലിന് കൊടുത്തു. സെറ്റാണ്. ഇനി മിച്ചം എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇനി മിച്ചം ഉള്ളത് 11ന് 2 പോയാൽ കണക്കും കൂടെ ഞാൻ പഠിപ്പിക്കത്തില്ല കേട്ടോ. 9 ഇലക്ട്രോണാ. ഈ 9 ഇലക്ട്രോണുമായിട്ട് നമുക്ക് രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള L ഷെല്ലിന്റെ അടുത്തേക്ക് പോവാം. L ഷെൽ എത്ര ഇലക്ട്രോണെ മേടിക്കും? ഇവിടെ മിസ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. L എന്ന് പറയുന്ന ഷെല്ലിനാകെ 8 ഇലക്ട്രോണിനെ മാത്രമേ മേടിക്കാൻ പറ്റൂ. നമ്മുടെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? നമ്മുടെ കയ്യിൽ 9 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള 9 ഇലക്ട്രോണിൽ 8 ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കാം? നമ്മുടെ L ഷെല്ലിന് കൊടുക്കാം. കൊടുത്തു. ഇനി മിച്ചം എത്രയുണ്ട് മക്കളെ? 9ൽ 8 പോയാൽ ബാക്കിയുള്ളത് 1 ഇലക്ട്രോൺ. ഈ 1 ഇലക്ട്രോണുമായിട്ട് നമുക്ക് മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള M ഷെല്ലിലേക്ക് പോവാം. M ഷെല്ലിന് എത്ര ഇലക്ട്രോണിനെ കൊടുക്കാം? M ഷെല്ലിന് ഒരെണ്ണല്ലേ ഉള്ളൂ. മാക്സിമം 18 കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഒരെണ്ണല്ലേ ഉള്ളൂ. ആ 1 ഇലക്ട്രോണിനെ M ഷെല്ലിന് കൊടുക്കുന്നു. സോ ഇങ്ങനെ ഷെല്ലിന്റെ പേരൊന്നും എഴുതണ്ടായേ. അപ്പോ സോഡിയം എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് 2, 8, 1, 2, 8, 1. ക്ലിയർ? അടുത്ത ആള് ക്ലോറിൻ. നോക്കിക്കേ, 17 ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ ആദ്യം ആരുടെ അടുത്തേക്കാ പോകേണ്ടത്? നമ്മൾ ആദ്യം ഏറ്റവും എനർജി കുറഞ്ഞ നമ്മുടെ സ്വന്തം K കുട്ടന്റെ അടുത്തേക്ക് പോകണം. നമ്മുടെ കയ്യിലുള്ള 17 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോണിനെ K ഷെല്ലിന് കൊടുക്കാം. ഇനി മിച്ചം എത്ര ഇലക്ട്രോണാ? 17ൽ നിന്ന് 2 പോയാൽ 15 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. ഈ 15 ഇലക്ട്രോണുമായിട്ട് L ഷെല്ലിന്റെ അടുത്തേക്ക് പോവാം. ഈ 15 ഇലക്ട്രോണെ L ഷെല്ലിന് വാങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. L ഷെല്ല് ആകെ എത്രയാ വാങ്ങാ? 8 ഇലക്ട്രോണിനെ വാങ്ങുള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള 15 ഇലക്ട്രോണിൽ 8 ഇലക്ട്രോണിനെ ദാ പിടിച്ചോ നമ്മുടെ L ഷെല്ലിന് കൊടുക്കുന്നു. ഇനിയിപ്പോ മിച്ചം എത്ര എണ്ണം ഉണ്ട്? 15ൽ നിന്ന് 8 പോയാൽ ബാക്കിയുള്ളത് 7 ഇലക്ട്രോൺ. ഈ 7 ഇലക്ട്രോണുമായിട്ട് നമുക്ക് മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള M ഷെല്ലിന്റെ അടുത്തേക്ക് പോവാം. M ഷെല്ലിന് എത്ര ഇലക്ട്രോണെ മേടിക്കാൻ പറ്റും? പറഞ്ഞേ. ടോട്ടൽ 18 ഇലക്ട്രോൺ. നമ്മുടെ കയ്യിൽ എത്ര എണ്ണം ഉള്ളത്? നമ്മുടെ കയ്യിൽ ആകെ 7 എണ്ണേ ഉള്ളൂ. സോ നമ്മുടെ കയ്യിലുള്ള 7 ഇലക്ട്രോണിനെ M ഷെല്ലിന് കൊടുക്കാം. അപ്പൊ ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 287. ഷെല്ലിന്റെ പേര് എഴുതേ വേണ്ട കേട്ടോ. അടുത്ത ആള് നോക്കിക്കോ, ഓക്സിജൻ. അറ്റോമിക് നമ്പർ 8. നമ്മുടെ കയ്യിൽ ടോട്ടൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ആദ്യം മിസ് ആരുടെ അടുത്തേക്കാ പോകണ്ടേ? L ഷെല്ലിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. ആദ്യം ഏറ്റവും എനർജി കുറഞ്ഞ ഒന്നാമത്തെ ഷെല്ലായിട്ടുള്ള K ഷെല്ലിന്റെ അടുത്തേക്ക് പോവാ. അപ്പൊ എന്റെ കയ്യിൽ ടോട്ടൽ 8 ഇലക്ട്രോൺ ഉണ്ട്. ഈ 8 ഇലക്ട്രോണെ കേക്ക് കൊടുക്കട്ടെ? പോയി പണി നോക്കാൻ പറയൂലേ. നമ്മുടെ കയ്യിലുള്ള 8 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോണെ മാത്രമേ കേക്ക് മേടിക്കാൻ പറ്റുള്ളൂ. സോ എന്റെ കയ്യിലുള്ള 8ൽ 2 എണ്ണത്തിന് കേക്ക് കൊടുത്തു. ഇനി എത്രയുണ്ട് ബാക്കി? ഇനി മിച്ചമുള്ളത് 6 ഇലക്ട്രോണാണ്. ഇത്ര ബാക്കിയുണ്ട്? 6 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അപ്പൊ ഈ 6 ഇലക്ട്രോണെ L ഷെല്ലിന് മേടിക്കാൻ പറ്റുമോ? ഡൗട്ട് ഉണ്ടോ? L എന്ന് പറയുന്ന ഷെല്ലിന് പരമാവധി 8 ഇലക്ട്രോണിനെ വാങ്ങാം. നമ്മുടെ കയ്യിൽ 6 എണ്ണയല്ലേ ഉള്ളൂ മക്കളെ. സോ എന്ത് ചെയ്യുക? നമ്മുടെ കയ്യിലുള്ള 6 എണ്ണത്തെ സുഖമായിട്ട് L ഷെല്ലിന് കൊടുക്കുക. സോ ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് 2, 6. അടുത്ത ആള് ഫോസ്ഫറസ് 15. നിങ്ങളിന്ന് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് എങ്ങനെയാ വരികയെന്ന് മക്കളെ. വളരെ സിമ്പിൾ ആണ്. ടോട്ടൽ 15 ഇലക്ട്രോൺ നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ 2 ഇലക്ട്രോണിനെ നമുക്ക് K ഷെല്ലിന് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് 13 ഇലക്ട്രോൺ. ഈ 13 ഇലക്ട്രോണിനെ നമുക്ക് L ഷെല്ലിന് കൊടുക്കാൻ പറ്റുമോ? പറ്റുകയില്ല. L ഷെല്ലിന് ആകെ 8 എണ്ണത്തെ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിൽ 13 ഇലക്ട്രോണിൽ 8 ഇലക്ട്രോണിനെ L ഷെല്ലിന് കൊടുക്കാം. ഇനി മിച്ചം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. ഈ 5 ഇലക്ട്രോണിനെ നമുക്ക് M ഷെല്ലിന് കൊടുക്കാം. കാരണം M ഷെല്ലിൽ മാക്സിമം 18 ഇലക്ട്രോൺസ് കയറും. അപ്പൊ 2, 8, 5 ആയിരിക്കും ഫോസ്ഫറസിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയോ? സെറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് എക്സെപ്ഷണൽ ആയിട്ട് ഓർത്തിരിക്കുന്ന 2 ആൾക്കാരുണ്ട്. പൊട്ടാസ്യം ആൻഡ് കാൽഷ്യം. പൊട്ടാഷ്യത്തിന്റെ കയ്യിൽ 19 ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ വിചാരിക്കും 2, 8, 9. അങ്ങനെയല്ല. പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 8, 1. അതുപോലെയാണ് കാൽഷ്യം. 2, 8, 8, 2 ആണ് കേട്ടോ. ഇവരുടെ 2 പേരുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷന് പ്രത്യേകതകളുണ്ട്. അപ്പൊ ആ പ്രത്യേകതയുടെ റീസൺ എന്താണെന്ന് നമുക്ക് അടുത്ത വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇവർക്ക് 2 പേരും മാത്രം ഈ ഒരു പ്രത്യേകത കാണിക്കുന്നു. പിന്നെ അറ്റോമിക് നമ്പർ 20 വരെയുള്ള ആൾക്കാർ മാത്രം എൻ്റെ കുട്ടികൾ പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ അലൂമിനിയം 13 ഈ ആളുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എൻ്റെ കുട്ടികൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ സെറ്റ് ആയില്ലേ? ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ
എങ്കിലേ ഇത് ഡൗട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഇതങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ക്ലാസ് കണ്ട് നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഉത്തരം കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡൗട്ടുള്ള വേറെ ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്താൽ അതും മിസ് ഇതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചത്. സെറ്റാണോ? റെഡിയാണോ? കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ഞാൻ കാത്തിരിക്കും. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.